ഹായ്. 2024 ഇന്ന് അവസാനിക്കുമ്പോൾ പലതരം ഫേസിലൂടെ ആയിരിക്കില്ലേ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഫേസിലൂടെയാണെങ്കിലും സ്ട്രഗിളിങ് ഫേസിലൂടെയാണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇനിയുള്ള വർഷങ്ങളിൽ സാധിക്കുമെന്ന് തന്നെയാണ്. അതിന് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നതാണ്. നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുകയാണ്, എൻ്റെ പോക്കറ്റിലാകെ 10 രൂപയുണ്ട്, പിന്നെ ഞാനെങ്ങനെ 10 ലക്ഷത്തിൻ്റെ വീട് വയ്ക്കുമെന്ന്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുകയും അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ പോസിബിൾ ആണോ, എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് സ്വയം ഡൗട്ട് അടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നിങ്ങൾ എന്നെക്കൊണ്ടിത് സാധിക്കില്ല, എനിക്കിത് വേണ്ട എന്നുള്ളൊരു സിഗ്നലാണ് സെൻഡ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിന് സാധിക്കാത്തതായി ഒന്നുമില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള അബണ്ടൻസാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളത്. അത് ഇത്രയേ കൊടുക്കൂ, ഇത്ര പേർക്ക് മാത്രമേ കൊടുക്കൂ എന്നൊന്നും യൂണിവേഴ്സിനില്ല. നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. എങ്കിലും ആഗ്രഹിക്കുന്നത് നിർത്തരുത്. നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുവും പലരും പലപ്പോഴായി ആഗ്രഹിച്ചും ഹാർഡ് വർക്ക് ചെയ്തും കണ്ടുപിടിച്ചെടുത്തിട്ടുള്ളവയാണ്. മൈൻഡ് പവറിനെ പറ്റി ഒരു സ്റ്റോറി പറയാം. ഒരിക്കൽ ഒരാളൊരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുന്നു. നടന്ന് അയാൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നു. അവിടെ കണ്ട ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. അതൊരു കൽപ്പവൃക്ഷമായിരുന്നു. ആഗ്രഹിച്ചത് എന്തും നേടിത്തരുന്ന കൽപ്പവൃക്ഷം. ഉറങ്ങി എണീറ്റ് അദ്ദേഹത്തിന് വിശന്നു. അദ്ദേഹം അപ്പോൾ ആഗ്രഹിച്ചു, കഴിക്കാൻ കുറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ. ചിന്തിക്കേണ്ട താമസം, കൺമുന്നിലതാ വിഭവസമൃദ്ധമായ ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ വല്ല ഭൂതമോ പ്രേതമോ ഒക്കെ ഉണ്ടോ? ചിന്തിക്കേണ്ട താമസം, അതാ അയാളുടെ മുന്നിൽ കുറേ ഭീകര രൂപങ്ങൾ. അയാളപ്പോൾ ചിന്തിച്ചു, ഇവയെന്നെ കൊല്ലുമോ? ഒറ്റ നിമിഷം കൊണ്ട് അവർ അയാളുടെ കഥ കഴിച്ചു. ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും. നമ്മുടെ മനസ്സൊരു കൽപ്പവൃക്ഷമാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്, അതേ അത് നമുക്ക് തിരിച്ചു തരികയുള്ളൂ. നമുക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ, അയാളെ കാണുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, ഇതേ നെഗറ്റിവിറ്റിയെ അയാൾ നമുക്ക് തിരിച്ചും തരാൻ ചാൻസ് ഉള്ളൂ. ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ പെട്ടാലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, നോ വൺ ക്യാൻ ഡിസ്റ്റർബ് മൈ ഇന്നർ പീസ്. ആർക്കും ഒന്നിനും എൻ്റെ മനസ്സമാധാനത്തെ നശിപ്പിക്കാൻ സാധിക്കില്ല. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടാൽ നിങ്ങൾക്കിതുപോലുള്ള കീവേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഐ ആം അൺബീറ്റബിൾ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം അട്രാക്റ്റീവ്. ഇങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന ഏത് കീവേഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നേരമൊക്കെ വിഷമിച്ചിരുന്നോളൂ. അത് കഴിഞ്ഞ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരണം, പറന്നു പൊങ്ങണം. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു 2025 നേരുന്നു.